വിവാഹം കഴിഞ്ഞാൽ എത്ര നാളിനിടയിൽ വേണം ഒരു കുഞ്ഞിക്കാൽ കാണാൻ? യഥാർത്ഥത്തിൽ അത് നമ്മുടെ മാസ്റ്റർ പ്ലാനിങ് പോലെ സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല. പല ദമ്പതികളുമുണ്ട്, അവർക്ക് 4 വർഷം കഴിഞ്ഞ്, ചിലർക്ക് 6 വർഷം കഴിഞ്ഞ്, ചിലർക്ക് 14 വർഷം കഴിഞ്ഞ്, ചിലർക്ക് 20 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഒരു അവസരം പലപ്പോഴും ഉണ്ടാകുക. അത് ആരുടെയും രോഗമോ അത് ഒരു തരത്തിലുമുള്ള കുറവോ അല്ല എന്ന് സമൂഹം തിരിച്ചറിയണം. വിശിഷ്യ കുട്ടികളാകാൻ വൈകുന്ന ദമ്പതികൾ നിർബന്ധമായും അറിയണം. ഇന്നത്തെ ഒരു ചികിത്സാ സിസ്റ്റത്തോട് ആ വിഷയത്തിൽ എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. പലപ്പോഴും കുട്ടികളാകുന്നില്ല എന്ന് കാണുമ്പോൾ ഈ ദമ്പതിമാരിൽ ആരുടെ പ്രശ്നമാണ് എന്നുള്ളൊരു നിർണയം നടത്തുന്നതോടുകൂടി തന്നെ ആ കുടുംബത്തിൻ്റെ സ്വസ്ഥമായ ശാന്തമായ ഒരു ജീവിതം അവിടെ അസ്തമിക്കുകയാണ്. ഒന്നെങ്കിൽ പെൺകുട്ടിയെ കുറ്റക്കാരിയാക്കുന്നു, അല്ലെങ്കിൽ പുരുഷനെ ആ കുടുംബത്തിലെ പ്രതിയാക്കുന്നു. എങ്ങനെയെന്നല്ലേ? കൗണ്ട് കുറവ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഓവറിയിൽ സിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, യൂട്രസിൽ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓവറിയിൽ സിസ്റ്റോടുകൂടി, യൂട്രസിൽ ഫൈബ്രോയിഡോടുകൂടി, തൈറോയിഡ് TSH വളരെ ഹൈ ആയി നിൽക്കുന്ന കണ്ടീഷൻ ഒക്കെ ആയാൽ പോലും കൺസീവ് ആകുന്ന എത്രയോ കേസുകളുണ്ട്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ കാരണമെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത്തരം കേസുകളൊക്കെ ഗർഭം ധരിച്ചത്? അതുകൊണ്ട് ഇത്തരം ടെസ്റ്റുകൾക്ക് പിന്നാലെ പോയി ആ ഭാര്യ ഭർത്തൃ ബന്ധം തകർക്കുന്ന അവസ്ഥയിൽ നിന്നും സമൂഹം മുക്തി നേടണം. എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്, ഓരോ കുടുംബത്തിനും അവർക്ക് യോജിച്ച സമയത്താണ് അവർക്ക് ആ ഒരു കൺസീവ് ആകുന്ന ഒരു ഘട്ടം ഉണ്ടാകുക. അത് നമ്മുടെ ആരുടെയും പ്ലാനിങ് പോലെ സംഭവിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് കുട്ടികളാകാൻ വൈകി എന്ന തരത്തിൽ ഏതെങ്കിലും ദമ്പതികളെ കണ്ടുമുട്ടിയാൽ അവരോട് ദയവായി നിങ്ങൾ ചികിത്സിക്കാൻ നിർദ്ദേശിക്കാതിരിക്കുക. കാരണം രോഗം അല്ലാത്ത കണ്ടീഷനാണിത്. കുഞ്ഞ് ജനിക്കുക, ഒരു ജീവൻ ഉദരത്തിലുണ്ടാകുക, ആ ജീവൻ നൽകുക എന്നുള്ളതൊന്നും ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കുന്ന കാര്യവുമല്ല. അതുകൊണ്ട് 4, 5, 6, 10, 20 വർഷം കഴിഞ്ഞ് കൺസീവ് ആകുന്ന കണ്ടീഷനുകളൊക്കെ ധാരാളം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഒരു ചികിത്സയും കൂടാതെയാണിത് സംഭവിക്കുന്നത് എങ്കിൽ പിന്നെ ഈ വിവാഹം കഴിഞ്ഞ് 2 3 വർഷം കഴിയുമ്പോൾ തന്നെ ചികിത്സ എന്ന പേരിൽ ഇറങ്ങുകയും ജീവിതത്തിൻ്റെ വലിയൊരു സമ്പാദ്യം അതിലേക്ക് ചെലവാക്കുകയും ആ ടെസ്റ്റോടുകൂടി ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും അയാളുടെ ജീവിതം ഞാൻ എന്തോ ഒരു കുറവുള്ള മനുഷ്യനാണെന്ന തരത്തിലേക്ക് മാറുകയും ആ ദമ്പതിയിൽ മറ്റൊരാളുടെ മാനസികാവസ്ഥ, ഒരു രോഗിയെ കൊണ്ടു നടക്കുന്ന ഒരു മഹാനാണ് ഞാനെന്ന വളരെ തെറ്റിദ്ധാരണയോടുകൂടി ഒരു പ്രണയം സംഭവിക്കേണ്ട ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരാൾ കുറ്റക്കാരനും ഒരാൾ എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലുമുള്ള ജീവിതം ഒരിക്കലും സുഖകരമാകൂല. അതുകൊണ്ട് ദമ്പതികൾ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയമാകുമ്പോൾ ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ മതി. അല്ലാതെ പലതരത്തിൽ തെറ്റായ തരത്തിൽ ഗർഭധാരണവും മറ്റും ഇന്ന് വ്യാപകമായി സെലിബ്രിറ്റികൾ പ്രചരിപ്പിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പൈസയുടെ വിഹിതം ഒരുപക്ഷെ കിട്ടുമായിരിക്കാം. അത്തരം കെണികളിൽപ്പെട്ട് തൻ്റേതല്ലാത്ത കുഞ്ഞിനെ ഗർഭം ധരിക്കേണ്ട ഒരു ഗതികേട് ഒരു സ്ത്രീക്കും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവുമുണ്ടല്ലോ, നിങ്ങൾ അടിച്ച് പൊളിച്ച് സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കൂ.